കേന്ദ്ര അനുമതി ലഭിച്ചാൽ ശബരിമല റോപ്പ് വേക്ക് ഉടൻ തറക്കല്ലിടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് 2014 തന്നെ ആഗോള ടെൻഡർ വിളിച്ച് നിർമ്മാണ കമ്പനിയെ ചുമതല ഏൽപ്പിച്ചതാണ്. 18 മാസങ്ങൾ കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാമെന്നാണ് കരുതുന്നതെന്നും PS പ്രശാന്ത് ജനം ടിവിയോട് പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂറൊപ്പം ചേരുന്നു. അരുൺ, ഈ പദ്ധതി സംബന്ധിച്ച വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല, പക്ഷേ അതുമായി മുന്നോട്ട് പോകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം എന്ന് മനസ്സിലാക്കുന്നു. മറ്റു വിവരങ്ങൾ? തീർച്ചയായും വിവാദങ്ങൾക്കപ്പുറം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച അല്ലെങ്കിൽ അലംഭാവം തന്നെയായിരുന്നു ഇതുവരെയും പ്രതിസന്ധിയായിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2011 ശബരിമല റോപ്പ് പദ്ധതി ആരംഭിച്ചത്. ഇതിനുശേഷം 10 വർഷത്തിലധികമായി ഈ പദ്ധതി ചുവപ്പ് തടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കഴിഞ്ഞ മണ്ഡലകാലത്തോടെയാണ് ഈ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ഒടുവിലത്തെ ഒരു കടമ്പ എന്നതായിരുന്നു സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ഒരു അനുമതി വേണമായിരുന്നു ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കൂടി ലഭിച്ചാൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകും. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള വന്യജീവി ബോർഡിൻ്റെ അനുമതി ലഭിക്കുന്നതിൽ വന്ന കാലതാമസം അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ദേവസ്വം ബോർഡിന് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. കാരണം കഴിഞ്ഞ മണ്ഡലകാലത്തിന് മുമ്പ് ദേവസ്വം മന്ത്രി പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു ശബരിമല റോപ്പ് വേയുടെ തറക്കല്ലിടിയിൽ മാർച്ച് മാസത്തോടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ കഴിയുന്ന തീർത്ഥാടന കാലത്തോടെ ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു ഉണ്ടായിരുന്നത്. അത് സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ഇത് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 മീറ്റിങ്ങുകളിലും വന്യജീവി ബോർഡിൻ്റെ മീറ്റിങ്ങുകളിലും ഈ വിഷയം അജണ്ടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അത് കൃത്യമായി പരിഗണിക്കാൻ കഴിഞ്ഞില്ല. അത് കാരണം എന്ത് എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലേക്കായിരുന്നു. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിധേയമായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഇനി കേന്ദ്ര അനുമതി കൂടി ലഭിച്ചാൽ റോപ്പ് വേ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കൃത്യമായി തന്നെ 18 മാസങ്ങൾ കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. നിലവിൽ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ഇതുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ സ്വപ്ന പദ്ധതിയായാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. 18 മാസങ്ങൾ കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ്. അതായത് അടുത്ത മണ്ഡലകാലത്തോടുകൂടി ഇതിൻ്റെ ഒരു പ്രയോജനം ഭക്തർക്ക് ലഭിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ഈ ചരക്ക് നീക്കം സുഗമമാക്കുന്നതിന് കൃത്യമായ രീതിയിലേക്കുള്ള ഒരു സംവിധാനമാകുമെന്നുള്ള ഒരു കാര്യമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആശ്വാസകരമായ രീതിയിലേക്ക് ഒരു വാർത്ത തന്നെയാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ഇതുള്ളത്. കാരണം ഈ ഒരു പദ്ധതിക്കായി 2011 ആരംഭിച്ച ഈ പദ്ധതിക്കായി വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഫലം കാണാത്ത ഒരു അവസ്ഥ വന്നിരുന്നു. എന്തായാലും 2014 ഈ പദ്ധതിക്ക് ആഗോള ടെൻഡർ വിളിക്കുകയും നിർമ്മാണ കമ്പനിയെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അനുമതി ലഭിച്ച ഉടൻ തന്നെ ശരവേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. കൃഷ്ണരാജ്.